എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വയനാട്ടിൽ പോവാൻ ആനിനെ ആദ്യമായിട്ടാണ് ബസ് കൊണ്ടുപോകുന്നത്. വയനാട് വരെ ബസ് പോകുന്ന ആദ്യമായിട്ടാണ്. ഞങ്ങൾ ഉള്ളിയേരി ബസ് വന്നിട്ടുണ്ട്. ഉള്ളിയേരി എത്തി. അവിടെ വേഗം ഞങ്ങൾ താമരശ്ശേരിയിലേക്കും ബസ് കയറി. താമരശ്ശേരി എത്താനായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ താമരശ്ശേരി ഇറങ്ങിയപ്പോൾ ഇനി ചായ കുടിച്ചിട്ട് വയനാട്ടിലേക്കുള്ള ബസ്സിന് കയറാമെന്ന് വിചാരിച്ചു. ചായയും 2 പസും 10 കുറച്ച് പൈനൊരു 2 ലൈമും. ചായ കുടിച്ചിറങ്ങി അപ്പം തന്നെ ഞങ്ങൾക്ക് വയനാട്ടിലേക്കുള്ള KSRTC ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നേരിട്ട് അവിടുന്ന് വരാതെ ഇങ്ങനെ മാറി മാറി കയറിയെന്ന് വെച്ചാൽ മക്കളെയും കൊണ്ട് പോകുന്ന സമയത്ത് ഒറ്റയടിക്ക് നമുക്ക് ബസ്സിലിരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് ഇവിടെയും കൊണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോരോ ബസ്സായിട്ട് കയറി പോവുകയാണ്. ഒരു കുറേ കാലത്തിന് ശേഷം ഞങ്ങൾ ബസ്സിൽ ചെറിയ മോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നല്ല രസമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ ചുരത്തിലൂടെ ഇങ്ങനെ പോകുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ഞങ്ങൾ കുട്ടിക്കാലത്ത് എൻ്റെ ഉമ്മൻ്റെ നാട് താമരശ്ശേരി, ചുരത്തിന് താഴെ ഏങ്ങാപ്പുഴ എന്ന സ്ഥലത്താണ്. ഉപ്പൻ്റെ വീട് വയനാട്ടിലുമാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ചെറുപ്പം മുതലേ ഈ ചുരത്തിലിങ്ങനെ കയറി ഇറങ്ങി കളിക്കുമ്പോൾ ഒന്നും എനിക്ക് ഈ ഒരു ഭംഗി തോന്നിയിട്ടേ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നും. അന്ന് ബസ്സിൽ പോയതും വന്നതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ. കുറേ ആൾക്കാർ 9ാം വളവിൽ ഇങ്ങനെ നിന്ന് നോക്കും, എന്താ അവിടെ കാണാനുള്ളതെന്നൊക്കെയാണ് ആദ്യം വിചാരിക്കുക. പക്ഷേ ഇപ്പോൾ ഈ സിറ്റിയിലുള്ള തിരക്ക് പിടിച്ച് നമ്മളെ ഇവിടുത്തെ ജീവിതമൊക്കെ ആകുമ്പോൾ എനിക്കിതൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6, 7, 8 വളവിൽ വീതി കൂട്ടാൻ വേണ്ടി മണ്ണെടുക്കുന്നുണ്ട്. കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എത്തി. ഇപ്പം നിങ്ങൾ ഈ അവിടെ നടുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കൈതപ്പൊയിലുള്ള നോളജ് സിറ്റി. ഇത്തിരി എത്തിയതിനു ശേഷം ഞങ്ങൾ അവിടെ ഉള്ളൊരു പള്ളിയിൽ കയറിയിട്ട് നിസ്കരിച്ചു. അനി വീണോ? അടുത്ത ബസ് കിട്ടാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അവിടെ കറക്റ്റ് ഇവിടെ വീണ് ആ ദേശത്തിലായിരിക്കും. കുറേ ഒന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു, ഇതൊന്ന് ചെയ്ത് നോക്ക്, ആരാ ചെയ്യുന്നത് നോക്കട്ടെ, ഗിഫ്റ്റ് തരാമെന്നൊക്കെ. അങ്ങനെ കഠിന പ്രയത്നത്തിലാണ്. അവസാനം കുറേ സമയം നിന്നതിന് ശേഷം ഞങ്ങൾ ഓട്ടോ വിളിച്ച് പോകേണ്ടി വന്നു. പിറ്റേ ദിവസം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് സ്പെഷ്യലായിരുന്നു. പാൽക്കപ്പയും ബീഫ് കറിയും. ഉമ്മമ്മ ഉണ്ടായിരുന്നു ഇത്തവണ വയനാട്ടിൽ. അതുകൊണ്ട് ഇപ്പം ഈ വരവ് കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങളെല്ലാവരും ഒന്ന് കഴിക്കട്ടെ. പിന്നെ മക്കൾ സാറ്റ് കളിയൊക്കെ ആയി വീട്ടിലൂടെ. അപ്പം ഞങ്ങൾക്കിന്ന് വേറെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മളെ കാർ ഇവിടെ കഴിഞ്ഞ തവണ വന്നപ്പോൾ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇവിടുത്തെ വർക്ക്ഷോപ്പിൽ വെച്ച് വരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കാനും കൂടിയാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. പിന്നെ വൈകുന്നേരം നമ്മൾ നല്ല അടിപൊളി പഴംപൊരി ഉണ്ടാക്കി കേട്ടോ. ഇത് ശർക്കര വെച്ചാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കാറ് കിട്ടിയിട്ടുണ്ട്. ഉമ്മയും മക്കൾ 2 ഖുർആൻ ക്ലാസ്സിന് പോയി. അപ്പോൾ അവരെ കൂട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് പോകാനുണ്ട്. ഞാനും ഷെഫി മാത്രം ഇങ്ങനെ ഒരു ഡ്രൈവിന് പോകും. ഇവിടെ വന്നാൽ ഇവിടെ പോയാലും നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണല്ലോ. ഞങ്ങളെ തറവാടിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി. സേട്ടുക്കുന്നെന്ന് പറയും. നല്ല വ്യൂ പോയിൻ്റാണിത്. ഇവിടെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ വെറുതെ നടന്ന് ഇങ്ങനെ കാണണം. നല്ല കാറ്റ്. ആ കാറ്റ് നിങ്ങൾക്കും കൂടി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഈ തേയിലത്തോട്ടത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു വീടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു വീട്. ഞാനത് വീഡിയോ എടുക്കാതിരുന്നാണ് മുറ്റത്ത് അരക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രൈവസി വിചാരിച്ചിട്ട് എടുത്തിട്ടില്ല. ഞാനവരെ ഭാഗ്യം ആലോചിക്കുക. ഫ്രണ്ടിൽ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നല്ല തേയിലത്തോട്ടം, ഏത് സൈഡിൽ നോക്കിയാലും നല്ല വ്യൂ പോയിൻ്റ്. ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ അവിടെ നിന്ന് പോന്നു. പിന്നെ പള്ളിയിൽ തൊട്ടടുത്തൊരു പള്ളി ഉണ്ടായിരുന്നു, അവിടെ കയറി മഗ്‌രിബ് നിസ്കരിച്ചു. പിന്നെ വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളും കുട്ടിക്ക് കുറച്ച് ചോക്ലേറ്റൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ 1-2 സാധനം അവിടെ നിന്ന് വാങ്ങിച്ചു.
ഇന്ന് നമ്മൾ പോകുന്ന ദിവസമാണ്. ഇനിയും മാവിൽ കുറേ മാങ്ങ ഉണ്ട്, പക്ഷെ അതൊന്നും പഴുക്കില്ല ഇനി. അപ്പോൾ ഇതേപോലെ എണ്ണ മാങ്ങ എന്നുള്ള ഒരു ഐറ്റം ഉണ്ടാക്കുകയാണ്. അതെങ്ങനെയാണെന്നുള്ളത് പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. ഞാനും അനിയത്തിമാരും കൂടി ചേർന്നൊരു ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു. ആദ്യത്തെ ശ്രമം തന്നെ അട്ടർ ഫ്ലോപ്പായിരുന്നു. എന്നാലും ഞങ്ങൾ ഗിവപ്പ് ചെയ്യില്ല, ശ്രമം തുടരും. ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വരണ്ടില്ലായിരുന്നു, ഇങ്ങനെ നിൽക്കരുതെന്നൊക്കെ പിന്നെ വിചാരിക്കും. പക്ഷേ അവിടെ ചെന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾക്ക് വരണം. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മുമ്പിൽ കൂടെ പ്രിയദർശിനി ബസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്ന് ഫസ്റ്റ് ഡേ ആണ്, ഇത് തുടങ്ങിയ ദിവസമാണത്. ഗവൺമെൻറ്റിൻ്റെ നല്ലൊരു കോൺസെപ്റ്റ് വിജയിക്കട്ടെ എന്ന് ആശംസിക്കും.